രാജ്ഭവനിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുകയാണ് വിവിധ കത്തോലിക്ക സഭകൾ. വൈദികരും വിശ്വാസികളും ഉൾപ്പെടെ ഈ പ്രതിഷേധ പരിപാടിയുടെ ഭാഗമാകുന്നുണ്ട്. ഛത്തീസ്ഗഡിൽ അറസ്റ്റായി ജയിലിലടയ്ക്കപ്പെട്ട കന്യാസ്ത്രീകളെ മോചിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതിഷേധം. കേന്ദ്ര സർക്കാർ അടിയന്തരമായ വിഷയത്തിൽ ഇടപെടണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കുന്നത്. കെ സ്റ്റെഫിൻ വിവരങ്ങളുമായി തുടരുന്നത്. സ്റ്റെഫിൻ, വാ മൂടിക്കെട്ടിക്കൊണ്ടുള്ള പ്രതിഷേധമാണ്. മാത്രമല്ല, കേന്ദ്ര സർക്കാരിനെതിരെയും BJP-ക്കെതിരെയും സ്വരം കടുപ്പിച്ചുകൊണ്ടാണ് നേരത്തെ ക്ലിമിസ് ബാവയുടെ ഉൾപ്പെടെ ഭാഗത്ത് നിന്ന് പ്രതികരണങ്ങൾ വന്നതും. ഈ വിഷയത്തിൽ ഒരു ഭാഗത്ത് കേസ് നടത്തുന്നു, അതേസമയം തന്നെ NIA കോടതിയുടെ പരിഗണനയ്ക്ക് വിട്ടിരിക്കുന്നു. അത് അല്പം സമ്മർദ്ദം കൂട്ടുന്നില്ലേ സഭകൾക്ക് മേൽ? മോൺസിഞ്ഞോർ യൂജിൻ എസ് പെരേര തുടങ്ങിയവർ രാജ്ഭവന് മുന്നിൽ നടക്കുന്ന തീർച്ചയായിട്ടും ഒരു സമ്മർദ്ദം സഭകൾക്ക് മേൽ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതീവ ഗൗരവത്തിലാണ് ഈ വിഷയത്തെ ഇപ്പോൾ സമീപിച്ചിരിക്കുന്നത് എല്ലാ സഭകളും തന്നെ. അതുകൊണ്ടാണ് ഇത്രയധികം ആളുകൾ വിവിധ സഭകളിൽ നിന്നുള്ള ബിഷപ്പ്മാരെല്ലാം തന്നെ പങ്കെടുത്തുകൊണ്ട് ഇങ്ങനെ വാ മൂടിക്കെട്ടിക്കൊണ്ട് ഒരു പ്രതിഷേധത്തിലേക്ക് നീങ്ങുന്നത്. വാ മൂടിക്കെട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവരുടെ ആശയങ്ങളെ, അവർ മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങളെ മൂടിവെക്കാനോ അല്ലെങ്കിൽ അതിനെ അടിച്ചമർത്താനോ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് നേരത്തെ സംസാരിക്കുമ്പോഴെല്ലാം തന്നെ അവിടെ പ്രധാനപ്പെട്ട ആളുകൾ വ്യക്തമാക്കിയത്. നേരത്തെ ജാഥയുടെ ഉദ്ഘാടനം നിർവഹിച്ച ക്രിസ്തുദാസ് ബിഷപ്പ് അദ്ദേഹം പറഞ്ഞതും അക്കാര്യമാണ്. വലിയ ആശങ്ക ഉണ്ടാകുന്നത്. അതുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നൊരു ആവശ്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഈ പ്രതിഷേധ മാർച്ച് വെള്ളയമ്പലത്തേക്ക് എത്തിച്ചേരും. വെള്ളയമ്പലത്തിൽ നിന്ന് ഏതാണ്ട് 50 മീറ്റർ മാത്രം പിന്നിലായിട്ടാണ് ഇപ്പോൾ ഈ ജാഥ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. രാജ്ഭവന് മുന്നിലേക്ക് അല്പസമയത്തിനകം തന്നെ ഈ പ്രതിഷേധ മാർച്ച് എത്തും. സഭ അതീവ ഗൗരവമായി തന്നെ ഇത് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ബിഷപ്പുമാർ തന്നെ നേരിട്ട് ഇങ്ങനെ റോഡിലൂടെ നടന്ന ഒരു പ്രതിഷേധത്തിലേക്ക് നീങ്ങുന്നത്. വിശ്വാസികൾ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള പ്രത്യേകിച്ചും തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള വിവിധ സഭകളിൽ വിവിധ പള്ളികളിൽ നിന്നുള്ള വൈദികരും അതോടൊപ്പം തന്നെ വിശ്വാസികളുമാണ് ഇതിൽ അണിനിരക്കുന്നത്. അല്പസമയത്തിനും തന്നെ ഇത് രാജ്ഭവന് മുന്നിലേക്ക് എത്തിച്ചേരും. ഏറ്റവും പ്രധാനമായും അവർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം ഈ 2 കന്യാസ്ത്രീമാരുടെയും മോചനമാണ്. അതിന് സാധ്യമാകുന്നത് എന്ത് എന്നുള്ളത് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കണം. BJP-യുടെ സംസ്ഥാന നേതൃത്വം പ്രശ്നപരിഹാരത്തിന് ഇടപെടുന്നു പറയുമ്പോഴും അതിന് ദിവസങ്ങൾ പിന്നിടുന്നു. അവരുടെ മോചനം വൈകുന്നു. അതുകൊണ്ട് തന്നെ എന്ത് ഇടപെടൽ ഇനി ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളതാണ് സഭ നോക്കിക്കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് പ്രതിഷേധത്തിലേക്ക്, പരസ്യ സമരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. അല്പസമയത്തിന് മുമ്പ് പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് തുടങ്ങിയ ജാഥ ഏതാണ്ട് 2 കിലോമീറ്റർ പിന്നിട്ട് വെള്ളയമ്പലം ഭാഗത്തേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. മാർത്തോമ സഭയുടെയും ലത്തീൻ സഭയുടെയും മലങ്കര കത്തോലിക്ക സഭയുടെയും വിശ്വാസികളും ബിഷപ്പ്മാരും വൈദികരുമാണ് ഇപ്പോൾ ഈ പ്രതിഷേധ മാർച്ചിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ആസ്ഥാനമായ അസിസി സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമാക്യുലേറ്റ് ഗ്രീൻ ഗാർഡൻ എന്നറിയപ്പെടുന്ന സന്യാസ സഭയിലെ സിസ്റ്റർമാരാണ് വന്ദനയും പ്രീതിയും. അവരെ ഛത്തീസ്ഗഡിൽ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ വലിയ പ്രതിഷേധം സഭകളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. അതിന്റെ തുടർച്ചയാണ് തിരുവനന്തപുരത്തും ഇപ്പോൾ കാണുന്നത്. ഇന്ന് ജാമ്യ ഹർജി പരിഗണിക്കുന്ന ഉൾപ്പെടെ അധികാര പരിധിയുള്ളത് NIA കോടതിക്കാണ് എന്ന് സെഷൻസ് കോടതി നിലപാട് വ്യക്തമാക്കിയതോടുകൂടി കേസ് കുറെ കൂടി കുഴഞ്ഞു മറിയുകയാണ്, കുറെ കൂടി ഗൗരവം വർദ്ധിക്കുകയാണ്. കടുത്ത വകുപ്പുകൾ, മനുഷ്യക്കടത്തും നിർബന്ധിത മതപരിവർത്തനവും ഉൾപ്പെടെയുള്ള കടുത്ത വകുപ്പുകൾ ചുമത്തപ്പെട്ടത് കൊണ്ട് തന്നെ ജാമ്യകാര്യത്തിൽ ഇത് NIA കോടതിയിലേക്ക് പോകുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന കാര്യത്തിൽ സഭകൾക്ക് ഉൾപ്പെടെ ആശങ്കയുണ്ട്. അതേസമയമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുന്നതിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ നമുക്കറിയാം കഴിഞ്ഞ ഞായറാഴ്ച അറസ്റ്റിലായ കന്യാസ്ത്രീകളായ പ്രീതി മേരിയും വന്ദന ഫ്രാൻസിസും അവർ ഇന്നും റിമാൻഡിൽ കഴിയുകയാണ്. ഇന്ന് ജാമ്യം ലഭിക്കുമെന്ന പ്രതീക്ഷയായിരുന്നു. ആദ്യം മജിസ്ട്രേറ്റ് കോടതിയിൽ ഇന്നലെ ജാമ്യ ഹർജി വന്നപ്പോൾ അധികാരപരിധി കോടതിക്കില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഹർജി തീർപ്പാക്കുകയായിരുന്നു, ഹർജി മാറ്റുകയായിരുന്നു. പിന്നാലെയാണ് ഇപ്പോൾ സെഷൻസ് കോടതിയിലേക്ക്, സെഷൻസ് കോടതി ഇത് NIA കോടതിയുടെ അധികാരപരിധിയിൽ ഉള്ളതാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ജാമ്യ ഹർജി കേൾക്കാൻ വിസമ്മതിച്ചത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ സഭകളുടെ വലിയ പ്രതിഷേധം തിരുവനന്തപുരത്ത് ഉൾപ്പെടെ ഉണ്ടാകുന്നത്. ഒരുപറ്റം ബജ്രംഗ് ദൾ പ്രവർത്തകർ കന്യാസ്ത്രീകളെ വളഞ്ഞു വെച്ചു, വളരെ മോശം ഭാഷയിൽ സംസാരിച്ചു. എന്താണ് ഇന്ന് സന്ദർശിച്ച
കന്യാസ്ത്രീകളുമായി സംസാരിച്ച ആനി രാജ ഉൾപ്പെടെ പിന്നീട് സന്ദർശിച്ച കോൺഗ്രസ് MLA-മാരുൾപ്പെടെ ഒരു കന്യാസ്ത്രീയുടെ സഹോദരങ്ങൾ ഉൾപ്പെടെ കന്യാസ്ത്രീകൾ പറഞ്ഞതിനെക്കുറിച്ച് പിന്നീട് പുറത്തു വന്ന മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ വിശദീകരിച്ചത് വലിയ തോതിൽ മാനസികമായി പീഡിപ്പിക്കപ്പെട്ടു, ഒപ്പമുണ്ടായിരുന്ന യുവാവിനെ അതിക്രൂരമായി ബജറംഗ് പ്രവർത്തകർ മർദ്ദിച്ചു. പോലീസിന്റെയും റെയിൽവേ പോലീസിന്റെയും സാന്നിധ്യം ഉണ്ടായിട്ടും അവിടെ വിചാരണ ചെയ്തത് ഇവരെ പരിശോധിച്ചത് എല്ലാം ബജറംഗ് ദൾ പ്രവർത്തകർ ആയിരുന്നു എന്നാണ്. ഞായറാഴ്ചയായിരുന്നതിനാൽ അന്ന് അറസ്റ്റിന് ശേഷം ജാമ്യാപേക്ഷ നൽകാൻ കഴിഞ്ഞില്ല. അതിന് പിന്നാലെയാണ് നടപടിക്രമങ്ങൾ തുടങ്ങിയത്. സിറോ മലബാർ സഭയും KCBC-യും അവരുടെ ജാഗ്രതാ കമ്മീഷനും ഒക്കെ വലിയ പ്രതിഷേധവുമായി രംഗത്ത് വന്നു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇടപെടണമെന്ന ആവശ്യം ആദ്യം മുതൽ തന്നെ CBCI ഉൾപ്പെടെയുള്ള കൂട്ടായ്മകളുടെ സംഘടനകളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായതാണ്, ബിഷപ്പ് കൗൺസിലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായതാണ്. പക്ഷേ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഛത്തീസ്ഗഡ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും അനുകൂലമായ സമീപനം ഉണ്ടാകുന്നില്ല, ഒരു ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്നാണ് സഭകൾ വലിയ പരാതിയായി പറയുന്നത്. അതേസമയം ഛത്തീസ്ഗഡ് പോലീസിന്റെ നടപടിയെ ന്യായീകരിച്ചുകൊണ്ട് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം വന്നതും അദ്ദേഹത്തിന്റെ പ്രതികരണം നമ്മൾ കണ്ടതുമാണ്. നിയമപരമായാണ് കാര്യങ്ങൾ നടത്തിയത് എന്തായിരുന്നു പ്രതികരണം. ഇന്ന് ബജ്രംഗ് ദൾ നേതാവിന്റെയും പ്രതികരണം ആ നിലയിൽ തന്നെയായിരുന്നു. നിർബന്ധ മതപരിവർത്തനത്തിന് ശ്രമിച്ചു എന്നതാണ് ആരോപണമായി ബജ്രംഗ് ദൾ പ്രവർത്തകർ പറയുന്നത്. അതേസമയം അത്തരത്തിൽ ഒരു തെളിവും കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. കന്യാസ്ത്രീകൾ കൂട്ടിക്കൊണ്ടുപോകാനെത്തിയ പെൺകുട്ടികളുടെ രക്ഷിതാക്കളുടെ സമ്മതപത്രം അവരുടെ കൈവശമുണ്ടായിരുന്നു. രക്ഷിതാക്കളുടെ സമ്മതപത്രം ഉണ്ടായിരുന്നു. പിന്നെ എങ്ങനെയാണ് ഇത് നിർബന്ധ മതപരിവർത്തനമോ മനുഷ്യക്കടത്തുമായി വ്യാഖ്യാനിക്കുക എന്തായിരുന്നു CBCI ഉൾപ്പെടെ കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം പ്രസ്താവനയോടെ ചോദിച്ചത്. വലിയ വിമർശനം ഉയർന്നു വരുന്നു, വലിയ പ്രതിഷേധം ഉയർന്നു വരികയാണ് കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട്. അതിന്റെ ഭാഗമായി അതിന്റെ തുടർച്ചയാണ് ഇപ്പോൾ തിരുവനന്തപുരത്തും പ്രതിഷേധ മാർച്ച് രാജ്ഭവനിലേക്ക് എത്തുന്നത്. ഇപ്പോൾ വെള്ളയമ്പലം ഭാഗത്തേക്കാണ് മാർച്ച് എത്തിയിരിക്കുന്നത്.